നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഭാവി പ്രധാനമന്ത്രിയുമായ രാഹുൽ ഗാന്ധിയുടെ അടിക്കടിയുള്ള വിദേശ സന്ദർശനവും അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഇതുപോലുള്ള സമര പരിപാടികളും കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു കല്ലുകടിയായി മാറിയിരിക്കുകയാണ്. ഈ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെയും ഇതിനെയും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ചാനലുകളിൽ പോലും പലരും ചോദിച്ചു. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ച നടന്നു, തർക്കങ്ങളും നടന്നു. രാഹുൽ ഗാന്ധി എവിടെ പോയി, അവൻ എവിടെ പോയാൽ എന്താണ് എന്നുള്ളൊരു നിലപാടാണ് BJP-ക്കാർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇയാളെക്കുറിച്ചുള്ള കോൺഗ്രസ്സുകാരനെ ലീക്ക് ചെയ്ത ഒരു വീഡിയോ ആയിരിക്കണം. ഒരു സ്ത്രീയും കുട്ടിയായിട്ട് ബോട്ടിംഗ് നടന്നു. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ശ്രദ്ധ തിരിക്കാനാണ്. രാഹുൽ ഗാന്ധി പോയത് ഒരു സുഖവാസത്തിനാണ് എന്നുള്ള മട്ടിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആരും ഒരു വീഡിയോ ലീക്ക് ചെയ്തു. ആ വീഡിയോ വെച്ച് ആൾക്കാർ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, പുള്ളിക്ക് രഹസ്യമായിട്ട് ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള കുറേ ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. ആ ചർച്ച വഴി എന്താ സംഭവിക്കുന്നത്? ഇയാൾ എവിടെയാണ് യഥാർത്ഥത്തിൽ പോയെന്നുള്ളത് മാസ്ക് ചെയ്യപ്പെടുകയാണ്. അത് തിരിച്ചറിയപ്പെടാണ്ട് പോകുന്നു. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം, അതിൻ്റെ ഉദ്ദേശം എന്നുള്ള ചർച്ച നടക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകുന്ന സംശയം, ഇദ്ദേഹം ഏതൊക്കെയോ വിദേശ ലോബികളുമായിട്ട് ചർച്ച നടത്താനാണോ പോയത്? കാരണം അദ്ദേഹം പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പം ഇവിടെ പ്രശ്നങ്ങൾ, സമരങ്ങൾ, കലാപം പോലുള്ള സംഭവം ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സമരം അരങ്ങേറുന്നു. അതെന്താണ് അങ്ങനെ മാത്രം ഒരു സമരം തന്നെ? നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ, ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരിച്ച് അവരുമായിട്ട് ചർച്ച നടത്തുന്ന ഒരു സമരത്തിന് പകരം അദ്ദേഹം വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഒരു സമരം അരങ്ങേറുന്നു. അപ്പോൾ ഇതിനാരൊക്കെയോ എന്തൊക്കെയോ ചുക്കാൻ പിടിക്കുന്നു. ഇതൊക്കെ സംശയം നിഴലിലാക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നു, കോൺഗ്രസിനെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നു. കോൺഗ്രസ്സുകാർ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു.